നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ അജിത് കുമാർ മദ്യപിച്ച വാഹനം ഓടിച്ച് കുട്ടിയെ ഇടിച്ചു വീഴ്ത്തി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കമലേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. കമലേഷ്, ഗുരുതരമായ പിഴവാണ്, അതും ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട വ്യക്തിത്വം. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു കൃത്യം നടന്നിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്നലെ രാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ഒരു സംഘത്തെ ഈ അജിത് കുമാർ, അതായത് ഈ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അജിത് കുമാറും വാർഡ് മെമ്പർ ജന്നർ അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച വാഹനമാണ് ഇടിച്ചത്. ഇതിലൊരു കുട്ടിക്കും അതുപോലെ തന്നെ ഈ വാഹനത്തിൽ സഞ്ചരിച്ച ശ്രീജിത്ത് എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ മദ്യപിച്ചാണ്, അതായത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗവും മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ വാഹനം ഈ പ്രദേശവാസികൾ പിന്തുടർന്ന് ഈ വാഹനത്തെ പിടികൂടുന്ന സാഹചര്യമായിരുന്നു. അതേസമയം ഈ ഇടിച്ച വാഹനം ഇവർ പൂവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു വാഹനത്തിൽ ഇവർ കടന്നു കളയാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയം ഈ നാട്ടുകാർ ആ സമയത്തൊക്കെയും ആവശ്യപ്പെട്ടിരുന്നത് ഇവരെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകണം എന്നതായിരുന്നു. പക്ഷേ അതിന് പോലീസ് തയ്യാറായില്ല എന്നൊരു ആക്ഷേപവും ഇതിനകത്തുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആളുകളെ പിടികൂടുമ്പോൾ മദ്യപിച്ച ആളുകളാണെങ്കിൽ പോലീസ് വാഹനത്തിൽ കയറ്റിയാണ് കൊണ്ടുപോവുക. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഒരു SI ഈ വാഹനത്തിൽ കയറുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ തന്നെ വാഹനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടകരമായി വാഹനം ഓടിച്ചതിന് ഈ കാർ ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം ആരാണ് വാഹനം ഓടിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അത് കൂടുതൽ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരാളിന്റെ പേര് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് കോൺഗ്രസ് നേതാക്കളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും മദ്യപിച്ച് ഈ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഒരു വാഹനത്തിൽ ഇടിക്കുകയും ഒരു കുട്ടിക്കും അതുപോലെ തന്നെ ശ്രീജിത്ത് എന്നയാൾക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ശ്രീജിത്ത് എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഭദ്ര. ശരി കമലേഷ്.